ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ജെയിംജന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. സൂരീസ് നെക്സ്റ്റ്. സൂരി പണ്ടത്തെ പരിപാടിയൊന്നുമല്ല. ആ തമാശയും കോമഡിയും പരിപാടിയൊക്കെ വിട്ട് വിടുതലൈ എന്ന് പറഞ്ഞ ഒരു ഒറ്റ പടം കൊണ്ട് പുള്ളിക്കാരന്റെ റേഞ്ച് ഈ ഹൈറ്റിലാണ്. അതിന് അത്രയ്ക്ക് മാറ്റം വന്നിട്ടുണ്ട്. പുള്ളിക്കാരന്റെ ഇപ്പൊ ഒരു സ്റ്റേജ് പെർഫോമൻസിൽ ജസ്റ്റ് ഒരു സ്റ്റേജിൽ കയറിയിരിക്കുകയാണെങ്കിലും ഇന്റർവ്യൂസിലാണെങ്കിൽ പോലും പുള്ളിക്കാരന്റെ ഒരു മാറ്റം ഭയങ്കരമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഭയങ്കര ഒരു ആക്ടർ എന്ന രീതിയിൽ അത്രയും പുള്ളിക്കാരൻ്റെ ഒരു മൈലേജ് കൊടുത്തൊരു സിനിമയാണ് വിടുതലൈ. നിങ്ങൾക്കും അറിയാം. സോ സൂരീസ് നെക്സ്റ്റ്. ഉണ്ണിമുകുന്ദൻ അടക്കം ഇതിലൊരു വേഷം ചെയ്യുന്നുണ്ടെന്നൊക്കെയാണ് പറഞ്ഞു കേൾക്കുന്നത്. എനിവേ അതിന്റെ ഗ്ലിംസ് ആൻഡ് ടൈറ്റിൽ വന്നിട്ടുണ്ട്, ഗരുഡൻ. അത് പേര് ഓൾറെഡി അവര് ഇതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ട് മനസ്സിലായതാണ്. സോ നമുക്കൊന്ന് കണ്ടുനോക്കാം അല്ലേ? അല്ലാണ്ട് എന്താ, റെഡി. വെട്രിമാറൻ സ്റ്റോറി പറയാൻ വിട്ടുപോയി. ഹൈലൈറ്റ്. മ്യൂസിക്. വിശ്വാസത്തില மனுஷனுக்கும் நாய்க்கும் போட்டி வந்தா எப்பவுமே நாய் தான் ஜெயிக்கும். ஆனா அதே நாய்க்கும் சொக்கனுக்கும் போட்டி வந்தா Man. Music. ஜெயிக்கிறது என்னைக்குமே என் சொக்கம்தான். മോനെ അത് നിർത്തുന്നത് ഗരുഡൻ. സെന്തിൽകുമാർ ആറ്. വാവ്. ഇതിന്റെ തമ്മിൽ നൈസ്. വെറും നൈസ് അല്ല, അടിപൊളി സാധനം. പറഞ്ഞില്ലേ, സൂരി പൊളിക്കണമൊന്നുമില്ല. ജസ്റ്റ് ആ സ്ലോ മോഷനിൽ ആ ഒരു എപ്പോഴും എല്ലാ കാലത്തും ഇപ്പൊ പണ്ട് എനിക്കിപ്പോഴും കറക്റ്റ് ഓർമ്മയുണ്ട്, സ്പീഡ് എന്ന് പറഞ്ഞ സിനിമയിൽ മലയാളത്തിൽ കേട്ടോ, നമ്മുടെ കാരണം ഹോളിവുഡിന്റെ സ്പീഡ് ഉണ്ട്, അതല്ല. അപ്പോൾ മലയാളത്തിലെ സ്പീഡിൽ ആ ലാസ്റ്റ് ഓടുമ്പോ അതില് നമ്മുടെ ദിലീപേട്ടൻ ഇങ്ങനെ കവർ ചെയ്ത് വരുന്നത്, അത് ഫ്രണ്ടിലൊരാളുണ്ട്, അയാളത്ത് ഇങ്ങനെ വരുമ്പോഴുള്ള ഒരു സ്ലോ മോഷൻ ഉണ്ടല്ലോ. സ്പീഡിൽ ദിലീപേട്ടൻ അങ്ങോട്ട് ഓടിയിട്ട് മുന്നിൽ കയറണില്ലായിരുന്നു. പക്ഷെ ഇതില് ആ വരുന്നത് ഭയങ്കര രസമുണ്ട്. ആ മുടിയുടെ ആ ഒരു ഇതുപോലും ആ വേവായിട്ട് ഇങ്ങനെ ചാടുന്ന പോലും ഭയങ്കര രസമുണ്ട്. പിന്നെ മ്യൂസിക്, കിടിലൻ മ്യൂസിക് എന്ന് പറഞ്ഞാൽ അടിപൊളി മ്യൂസിക്. ഇങ്ങനെ ട്യൂൺ നമുക്ക് ഉണ്ടാക്കാൻ കഴിയില്ലല്ലോ. സോ അത് ഭയങ്കര രസമായിട്ടുണ്ട്. ആൻഡ് ബാക്ക്ഗ്രൗണ്ടിലെ നരേഷൻ വോയിസ് ആരുടെയും എനിക്ക് മനസ്സിലായില്ല. നമ്മളുടെ ഇയാളുടെ ആണോ അറിയില്ല. ഇപ്പുറത്തെ ആള് ഫേമസ് ആണ്, സൂപ്പർ നടനാണ്, പക്ഷെ പേര് എനിക്ക് കിട്ടുന്നില്ല. ഉണ്ണിമുകുന്ദന്റെ കൂടെ ഇരിക്കുന്നത്. പിന്നെ ഉണ്ണിമുകുന്ദൻ. അപ്പൊ ഇവർ രണ്ടുപേരും ഒന്നുകിൽ ഏട്ടൻ അനിയൻ ഇല്ലെങ്കിൽ പാർട്ട്നേഴ്സ്. സോ അത് ഉണ്ണിമുകുന്ദനും മറ്റേ ആളുടെ പേര് കിട്ടാത്തതുകൊണ്ടാണ്, സോറി. വണ്ടർഫുൾ ആക്ടർ. എനിവേ രണ്ടുപേരും കൂടെ ഒരു പാർട്ട്നേഴ്സ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഏട്ടൻ അനിയൻ ആ ഒരു സംഭവം. അവരുടെ വിശ്വസ്തനായ ആളാണ് നമ്മുടെ സെങ്കൻ എന്ന് പറഞ്ഞില്ലേ, ഈ ഗരുഡൻ, നമ്മുടെ നായകൻ. ഗരുഡൻ എന്ന് പറഞ്ഞപ്പോഴാണ്, ഗരുഡൻ മലയാളത്തിലും ഉണ്ടല്ലോ അല്ലെ? ഇതിലും ഗരുഡൻ. അതെന്തേലും ആവട്ടെ. അപ്പോ ഇവിടെ എനിക്കൊരു സംശയമുള്ളത്, ഇതിൽ ആ നായന റോട്ട് വെയിലറിനെയാണെന്നാണ് എന്റെ വിശ്വാസം. ഇതിങ്ങനെ എറിഞ്ഞു കൊടുക്കണല്ലോ ഉണ്ണിമുകുന്ദൻ. ആ എറിഞ്ഞ കുറച്ചുകൂടെ ഫോഴ്സിൽ എറിയാമായിരുന്നു എന്നൊരു തോന്നലുണ്ട്. അത് വേറെ കാര്യം. അപ്പൊ എറിഞ്ഞപ്പോ നായ പോകുന്നുണ്ട്. അത് നായ മനുഷ്യന്റെ സംഭവം. ഞാൻ ഉദ്ദേശിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ അവസാനം സൂര്യ വന്നിട്ട് ആ കൈ ഇങ്ങനെ കട്ടിട്ട് യജമാനന്മാരോടുള്ള ഒരു ബഹുമാനം കാണിക്കുന്നുണ്ടല്ലോ, അത് നായയുമായിട്ട് കണക്ട് ചെയ്ത പോലെ എനിക്ക് തോന്നി. അതായത് ഇവർക്ക് നായനെ പോലെയാണ് ഈ സൂര്യയുടെ ക്യാരക്ടർ. എല്ലാം ചെയ്യുന്ന, പറയുന്ന എല്ലാം ചെയ്യുന്ന, ഇവിടെ വിശ്വസ്തനായിട്ടുള്ള, എന്നാൽ ഇവർ നായനെ പോലെ കാണുന്ന ഒരാൾ എന്നുള്ള രീതിയിലേക്ക് സിനിമ വരാൻ സാധ്യതയുണ്ട്. മേ ബി അറ്റ് ദി എൻഡ്
ഇവർക്ക് ഓപ്പോസിറ്റ് ആയിട്ട് തന്നെ വരാനും സാധ്യതയുണ്ട്. മിക്കവാറും ഒരു വില്ലൻ, അറ്റ്ലീസ്റ്റ് ഉണ്ണിമുകുന്ദനെങ്കിലും വില്ലൻ കഥാപാത്രമായിട്ട് തിരിയാനുള്ള ഒരു സാധ്യത ഇതിൽ കാണുന്നുണ്ട്. അപ്പോൾ സൂരി വേറെ പൊളിക്കണുണ്ടാവും, നല്ല ചാൻസ് ഉണ്ട്. എന്തായാലും എപ്പോഴും സൂര്യയുടെ കാര്യത്തിൽ വിടുതലൈ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ശേഷം പിന്നീട് അങ്ങോട്ട് സൂര്യനെ കുറിച്ചിട്ടുള്ള അടുത്ത സിനിമയെ കുറിച്ചിട്ടുള്ളതാണെങ്കിലും വിടുതലൈ 2ക്ക് വേണ്ടിയിട്ടാണെങ്കിലും അങ്ങനെ അദ്ദേഹത്തിനോട് വല്ലാത്തൊരു റെസ്പെക്ട്, ഐ മീൻ അങ്ങനത്തെ ഒരു റെസ്പെക്ട് എന്നല്ല, ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ. കാരണം പുള്ളിക്കാരന്റെ ലൈഫ് സ്റ്റൈലിന്റെ ബുദ്ധിമുട്ടുകൾ, കഷ്ടപ്പാടുകൾ, അദ്ദേഹം വരാനെടുത്തിട്ടുള്ള അയാളുടെ ബുദ്ധിമുട്ടുകളെ കുറിച്ചൊക്കെ ഒരു വീഡിയോയും ഫീച്ചേഴ്സും ഒക്കെ ഞാൻ വായിക്കുകയും കാണുകയൊക്കെ ചെയ്തിട്ടുണ്ട്. സോ അതുകൊണ്ട് പുള്ളിക്കാരുടെ ഒരു സ്നേഹമുണ്ട്. അതിനുശേഷം ഇത്രയും ഗംഭീരമായിട്ട് അഭിനയിക്കുന്ന ഒരാളാണെന്ന് നമുക്ക് ഒരിക്കലും തോന്നിയിട്ടില്ലായിരുന്നു. പിന്നെ ഈ അടുത്ത് ഓസ്ലറിന്റെ ഒക്കെ എന്താ പറയാ ഇന്റർവ്യൂല് മിഥുൻ മനുവിൽ പറഞ്ഞിട്ടുള്ള സംഭവം, ഈ കോമഡി കൈകാര്യം ചെയ്യുന്ന ആളുകൾക്ക് ഏത് ക്യാരക്ടറിലേക്കും പെട്ടെന്ന് മാറാൻ കഴിയും, അത്രയും മനോഹരമായിട്ട് അവർക്ക് ചെയ്യാൻ കഴിയും, അത്രയും ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കോമഡി ചെയ്യാന്നുള്ളത്. അത് സത്യമാണെന്ന് തെളിയിച്ചിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. ഏറ്റവും ബെസ്റ്റ് ആയിട്ട് എടുത്തു പറയുകയാണെങ്കിൽ ഇന്ദ്രൻ ചേട്ടൻ, പിന്നെ നമ്മുടെ ജഗദീഷ് ചേട്ടൻ, ഇവരൊക്കെ അങ്ങനത്തെ ആളുകളാണ്. ആൻഡ് നമ്മുടെ ജഗതി ശ്രീകുമാർ, പുള്ളിക്കാരനൊക്കെ ചെയ്യുന്ന വില്ലൻ വേഷമൊക്കെ ഭയങ്കരമാണ്, അറിയാലോ. സോ അതവിടെ നിൽക്കട്ടെ. ഇവിടെ ഇദ്ദേഹത്തിന്റെ കാര്യത്തിൽ വന്നപ്പോൾ അദ്ദേഹം കോമഡി ചെയ്ത് ഭയങ്കര നമ്പർ 1 നിന്ന് പിന്നീട് അതൊരു എന്താ പറയുക, ഇങ്ങനെ വന്ന് നമ്മൾ കണ്ട് റിപ്പീറ്റ് ചെയ്ത് ഒരു വ്യത്യാസവും ഇല്ലാതെ നമ്മൾ പല സിനിമയിലും കണ്ട സെയിം സാധനം അതിങ്ങനെ വന്ന് ഇവിടെ അദ്ദേഹം എന്താ പറയുക അറിയാൻ കോമഡി വർക്കൗട്ട് ആവാത്തൊരവസ്ഥയിലേക്ക് വന്ന സമയത്താണ് പെട്ടെന്ന് സഡൻ ആയിട്ടുള്ള ആ ഒരു ചേഞ്ച് വന്നത്. അത് ഭയങ്കരമായിട്ട് ഇഫക്ട് ചെയ്യുകയും ചെയ്തു. ആൻഡ് ഞാൻ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന സിനിമയുടെ വിടുതലൈ 2 സെക്കൻഡ് പാർട്ടിന് വേണ്ടി അത്രയും പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. അത് കൊണ്ട് നിർത്തിയിരിക്കുന്ന സമയമൊക്കെ അങ്ങനെയാണ്. ഓരോരുത്തരായിട്ട് നായകനെ പിടിച്ചുകൊണ്ടായിട്ട് ചെയ്യണതൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് നമുക്ക് അങ്ങനെ ഒരു സങ്കടം തോന്നിയിട്ടുള്ള സംഭവമാണ്, അങ്ങനെ ഫീൽ ചെയ്യിപ്പിച്ചുള്ള സാധനമാണ്. സോ ഇതിലേക്ക് വരുമ്പോൾ ഒരു മാസ് പുള്ളി ആ ഒരു അഭിനയം അതിന് വിട്ടിട്ടൊരു മാസ് സാധനം, എനിക്ക് ഇതും പറ്റുന്ന രീതിയിലേക്ക് അത് ഭയങ്കര റേഞ്ചാണ്. ഇനി സന്തോഷമുണ്ട് പുള്ളിക്കാരൻ്റെ ഇങ്ങനത്തെ മാറ്റങ്ങൾ കാണുമ്പോൾ. സ്ഥിരം ഒരേ പാറ്റേണിൽ യൂസ് ചെയ്യാതെ പുള്ളിക്കാരനൊക്കെ ഇങ്ങനെ മെയിൻ സ്ട്രീമിലേക്ക്, ഐ മീൻ മെയിൻ നായകൻ എന്നുള്ള അല്ലെങ്കിൽ ഹീറോ എന്നുള്ള രീതിയിലേക്ക് കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. എന്തായാലും ഈ സിനിമയിൽ വളരെ പ്രതീക്ഷയുണ്ട്. മിക്കവാറും ഉണ്ണിമുകുന്ദൻ വില്ലനായിരിക്കും എന്നാണ് തോന്നുന്നത്. നിങ്ങൾക്കെന്താ തോന്നുന്നത് തീർച്ചയായിട്ടും കമന്റിൽ രേഖപ്പെടുത്തുക. നേരത്തെ മുറുക്കുന്നുണ്ടായിരുന്നു, കുറെ നേരം ഈ പല്ലിന്റെ സൈഡിൽ ഞാൻ നിൽക്കുന്നുണ്ടായിരുന്നു, ഇറങ്ങി അതാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ കമന്റ് ചെയ്യുക. തീർച്ചയായിട്ടും കാണുന്നവരെ